Amina, Oh, guess the parasite. ചോദിക്കും. A 45-year-old female presents to the physician with right upper quadrant pain. Physical examination reveals hepatomegaly. A CT scan is performed which reveals a mass surrounded by a white ring of calcification. The mass is not consistent with an abscess. Plans are made to surgically remove the mass following an albendazole regimen. What is your diagnosis? Hydatid cyst caused by Echinococcus granulosus or dog type. What type of parasite is this? Cestode. ഇതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് കുറച്ച് പറയാമോ? ഡോഗ് ടൈപ്പ് വോം ആണല്ലോ, അതുകൊണ്ട് തന്നെ ഡോഗ്സ് അല്ലെങ്കിൽ അതർ കനൈൻസ് ആയിരിക്കും ഡെഫിനറ്റീവ് ഹോസ്റ്റ്, ലൈക്ക് വൂൾ, ഫോക്സ് എക്സെട്ര. കാറ്റിൽ ആൻഡ് ഷീപ്പ് ആണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. മാൻ ഒരു ആക്സിഡന്റൽ ഹോസ്റ്റ് ആണ്. മാൻ ആക്സിഡന്റൽ ഹോസ്റ്റ് ആയിട്ട് വരുന്ന വേറെ ഏതൊരു ഡിസീസ് അറിയോ? ടോക്സോപ്ലാസ്മോസിസ്. ഈ ഇൻഫെക്ഷൻ എങ്ങനെയാ മനുഷ്യരിലുണ്ടാവുന്നത്? ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത് എഗ് ആണ്. അപ്പോൾ ഈ എഗ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡോഗിന്റെ ഫീക്കസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ മനുഷ്യരിലേക്ക് എത്തും. ഇനി ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിയുമ്പം എംബ്രിയോ ഹാച്ച് ഔട്ട് ചെയ്യും. ഈ എംബ്രിയോ സർക്കുലേഷൻ വഴി ലിവർ ആൻഡ് അതർ വിസറിലെത്തി അവിടെ വെച്ച് ലാർവയായിട്ട് മാറും. ആ ലാർവയാണ് ഹൈഡ്രേറ്റഡ് സിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാഡർ ലൈക്ക് സിസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മോസ്റ്റ് കോമൺ സൈറ്റ് ലിവർ ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ സൈറ്റ് ലങ്സ് ആണ്. ഈ ഹൈഡ്രേറ്റഡ് സിസ്റ്റിനെ കുറിച്ച് പറയാമോ? ഓക്കെ, ഈ സിസ്റ്റ് വാളിന് 3 ലെയേഴ്സ് ആണ് മെയിൻലി ഉള്ളത്. ഔട്ടർ പെരിസിസ്റ്റ്, മിഡിൽ എക്ടോസിസ്റ്റ്, ഇന്നർ എൻഡോസിസ്റ്റ്. ഈ എൻഡോസിസ്റ്റ് അനാഫൈലാക്റ്റിക് ആൻഡ് ടോക്സിക് ആയിട്ടുള്ള ഹൈഡ്രാറ്റഡ് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. ഈ ഹൈഡ്രേറ്റഡ് സിസ്റ്റിന്റെ ഫേറ്റ് എന്താ? ഫേറ്റ് ഒന്നുകിൽ കാൽസിഫിക്കേഷൻ നടക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വന്ന് സ്പോണ്ടേനിയസ്ലി ഇവാക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റപ്ചർ ഉണ്ടായിട്ട് ഒരു അനാഫിലാക്റ്റിക് റിയാക്ഷൻ നടക്കാം. ഈ ഇൻഫെക്ഷൻസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? എൻലാർജിങ് സിസ്റ്റ് കാരണം അബ്ഡമനിൽ പ്രഷർ എഫക്റ്റ് ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഹെപ്പറ്റോമെഗാലി, അസൈറ്റസ്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരാം. ഇത് കൂടാതെ ഈ സിസ്റ്റ് നമ്മുടെ ലൂമൻ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് കൊളാഞ്ചൈറ്റിസ് കോസ് ചെയ്യാം. പിന്നെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഉണ്ടാവാം. ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് എങ്ങനെയാ? ലാബ് ഡയഗ്നോസിസ് മെയിൻലി നമ്മൾ ഹൈഡ്രാറ്റഡ് ഫ്ലൂയിഡ് മൈക്രോസ്കോപ്പി ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്രൂട്ട് ക്യാപ്സ്യൂള് കാണാനായിട്ട് പറ്റും. പിന്നെ ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ആന്റിജൻ ആൻഡ് ആന്റിബോഡി ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, ലൈക്ക് എലൈസ, ICT, അതെല്ലാം. ഇത് കൂടാതെ പിന്നെ നമുക്ക് ഇമേജിംഗ് മെത്തേഡ്സ് ഉണ്ട്, CT, MRI, USC. ഇതിൽ USCയിൽ കാണുന്ന ഒരു സ്പെസിഫിക് ഫൈൻഡിംഗ് ആണ് വാട്ടർ ലില്ലി സൈൻ. പിന്നെ മോളിക്കുലാർ മെത്തേഡ്സ് ലൈക്ക് PCR ഉണ്ട്. ഇത് കൂടാതെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആണ് കെസോണീസ് ഇൻട്രാഡെർമൽ സ്കിൻ ടെസ്റ്റ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? അഡ്വാൻസ്ഡ് കേസ് ആണെങ്കിൽ നമുക്ക് സർജിക്കൽ റിമൂവ് ചെയ്യാം. ഇനി ഏർലി കേസ് ആണെങ്കിൽ പെയർ, അതായത് പങ്ക്ചർ, ആസ്പിരേഷൻ, ഇഞ്ചക്ഷൻ, റീ ആസ്പിരേഷൻ. ഡ്രഗ് തെറാപ്പി ആണെങ്കിൽ ആൽബൻഡസോൾ കൊടുക്കാം.